ഉണ്ണിയേട്ട അവിടെ ഇരിക്കുന്നുണ്ട്, ഒന്ന് കണ്ടിട്ട് വരാം. ഞാൻ പോരണോ? ആടോ പോയിട്ട് വരാം നമുക്ക്. ശശിയെ ഇരിക്കേ. അതാരാ ശശിയെ? ഒരു കൂട്ടുകാരനാ. അതെ. എന്താ ഉണ്ണിയേട്ട അങ്ങനെ വിഷമിച്ചിരിക്കുന്നു? ഒന്നുമില്ല ശശിയെ, കുട്ടികളില്ലാത്തല്ലേ അവർക്ക് ഭയങ്കര വിഷമം. ഈ തൊട്ട് മുതലൊക്കെ അങ്ങനെ എടുക്കല്ലേ, ആള് വേണ്ടേ? വേറൊരു കല്യാണം കഴിച്ച് എന്താ ശശി ചിലപ്പോ ഭാര്യയുടെ കൊല്ലം കുഴപ്പമാണെങ്കിലോ? ഒന്നാരാ ശശി, എനിക്ക് അറിഞ്ഞുകൊണ്ട് അവളെ ചതിക്കാൻ പറ്റില്ല. കണ്ണൂരേ നല്ലൊരു കേസുണ്ട്. എന്ത് അവിടെ നിന്നോട്ട് കെട്ടിട്ട് പറയുന്നില്ല ശശിയെ? നല്ലൊരു കാര്യല്ലേ ചേട്ടാ? നല്ല കാര്യത്തിനല്ലേ ചേട്ടൻ ഇത് പറഞ്ഞു തരുന്നത്? ഞാൻ ആലോചിക്കട്ടെ. ഒന്നും ആലോചിക്കാനില്ല, നാളെ കാലത്ത് ഞങ്ങൾ ഇങ്ങോട്ട് വരും. നിങ്ങൾ റെഡിയായി നിന്നാ മതി. പോവാ നമുക്ക്. പോവാ. അമ്മ ഞാൻ പോവാട്ടോ. അച്ഛൻ ഞാൻ കോളേജിൽ പോവാട്ടോ. നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ? ആ അമ്മയുടെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ണൂര് പോട്ടാ. ആ നേരത്തെ വരില്ലേ അച്ഛൻ? ശരി കേട്ടോ. ആയിക്കോട്ടെ. ആ പഠിക്കാൻ പട്ടിന്ന് നോക്കണം കേട്ടാ. ഞാൻ പോയിട്ട് വരാട്ടാ. ആ ഉണ്ണിയേട്ടന്റെ മോളല്ലേ? അതെ ഉണ്ണിയേട്ടന്റെ മോളാണ്. എന്നെ മനസ്സിലായോ? ആ എനിക്കറിയാം, ബാപ്പുനിക്കല്ലേ? ഇപ്പൊ എന്താ പഠിക്കണേ? ഡിഗ്രിക്ക്. പഠിച്ചേ. പിന്നെ കോളേജില് പുതിയൊരു മാഷ് വന്നിട്ടുണ്ട് പറഞ്ഞു. ആ കുട്ടികൾ പറയണ കേട്ടു, ഞാൻ കണ്ടിട്ടില്ല. പോട്ടെ, ഞാൻ സമയായി കോളേജിക്ക്. മാഷേ. ആ പറയൂ. ഞങ്ങളുടെ കോളേജിൽ പുതിയ മാഷല്ലേ? അവിടെയാണ് പഠിക്കുന്നത്? അതെ അവിടെയാണ് പഠിക്കുന്നത്. ഞാൻ ജോയിൻ ചെയ്തത്. ആണോ? ഓക്കെ. അപ്പൊ എവിടെ വീട്? ഇവിടെ തിപ്പലശ്ശേരിയോ വീട്? അതെ. അപ്പൊ നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് പോകാം. ഞാൻ ഡിഗ്രി BBA. ഇത് ഉണ്ണിയേട്ടനെ കണ്ട് പറഞ്ഞേ പറ്റൂ. ഓ ഒമ്പത് കഴിഞ്ഞോ? ആ ഉണ്ണിയേട്ടൻ എടുക്കാ. ഞാനേ ഇന്ന് ഇതുവരെ പോവാ. എന്താ ഒരു കാര്യം പറയണ വെച്ചിട്ടിരിക്കും. എന്താ ബാബുവിന്റെ ഇവിടെ? പറഞ്ഞോളൂ. പിന്നെ നിങ്ങളുടെ മോളിനെ 2-3 സ്ഥലത്തായിട്ട് ഞാൻ കാണുന്നു. കോളേജിലൊരു പുതിയ മാഷ് വന്നു. മാഷിന് ഓളിയും കൂടിയിട്ട് പല ഭാഗത്തായിട്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കണത് ഞാൻ കണ്ടു. ഉണ്ണിയേട്ടാ, ഞാൻ എൻ്റെ 2 കണ്ണു കണ്ടു. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അങ്ങനെ വരാൻ വഴിയില്ല. എന്നാലും വാപ്പിനിപ്പോ അങ്ങനെ പറയാൻ കാരണം എന്താ? അച്ഛൻ ഞാൻ പോവാട്ടോ. കോളേജിൽ പോവാണോ? ആ പോവാണ്. പോകുമ്പോഴേ ഉമ്മറത്തെ വാലടച്ച് പോയി അടയ്ക്കാം. മീനൂട്ടിയെ അച്ഛന് കണ്ണൂര് പോട്ടാ. ഇടയ്ക്കിടയ്ക്ക് പോകണ്ടല്ലോ കണ്ണൂർക്ക്. പോണ്ട ആവശ്യമുണ്ട് മോളെ. ശരി അച്ഛാ. ആയിക്കോട്ടെ. ഉണ്ണിയേട്ടാ എന്താ? രണ്ടാമത്തെ ഭാര്യ ആദ്യം പ്രസവിച്ചു, ഒരു ആൺകുട്ടിയായില്ലേ? ആദ്യത്തെ ഭാര്യ 3 കൊല്ലം കഴിഞ്ഞിട്ട് പ്രസവിച്ചു, ഒരു പെൺകുട്ടിയായില്ലേ? ഇതൊക്കെ ദൈവത്തിന്റെ ഓരോ ഇതല്ലേ? ആ സന്തോഷായില്ലേ? അതാ ശശിയെ, കാര്യങ്ങളൊക്കെ സന്തോഷം തന്നെയാണ്. എന്താന്നറിയാം, എൻ്റെ ഭാര്യയോട് ഞാൻ ഇതുവരെ അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. ആ ഒരു വിഷമം നെഞ്ഞിൽ വരുന്നുണ്ട്. അല്ല പക്ഷേ നമ്മൾ പറഞ്ഞൊരു വാക്കല്ലേ, ആ വാക്ക് തെറ്റിക്കേണ്ട വിചാരിച്ച് ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ നടക്കുക. എന്നാലും കൊണ്ടിട്ട് ഉറങ്ങുമ്പോൾ സമാധാനമൊന്നുമില്ല. അതിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ വിഷമം. ഏതെങ്കിലും സമയത്ത് നടക്കുമെന്ന് വിചാരിക്കുക. ഒക്കെ അറിയായിരിക്കും.
അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ. പിന്നെ മീനുവിന്റെ വീട്ടിൽ ആരൊക്കെയുള്ളത്? അച്ഛനും അമ്മ ഞാന്. മാഷിന്റെ വീട്ടിൽ ആരൊക്കെയുള്ള? എന്റെ വീട്ടില് അച്ഛനും അമ്മയും ഞാനും മാത്രമേ. ആണോ? മീനുട്ടി, ഞാനൊരു കാര്യം അറിഞ്ഞു, സത്യം ഉണ്ടോ എന്തോന്ന് അറിയില്ല. ഇപ്പോഴത്തെ കാലം വളരെ മോശമാണ്. നമ്മളൊരാളെ നമ്മൾ ഇഷ്ടപ്പെട്ട് നോക്കി തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. ഇപ്പോഴത്തെ കാലം വളരെ മോശമാണ്. ഇല്ല മാഷെ, അങ്ങനെയൊന്നുമില്ല. വൺ സൈഡാണ്. പക്ഷെ നമ്മൾ നല്ല ശ്രദ്ധിക്കണം. കാരണം ഇന്നത്തെ കാലം വളരെ മോശമാണ്. അപ്പൊ എന്താ നല്ലത് പറഞ്ഞാൽ ആരും ഉണ്ടാവില്ല. ഒരാളെ കുഴി ചാടിക്കാൻ മാത്രം ആൾക്കാരുണ്ടാവുള്ളൂ. ശ്രദ്ധിക്കുക, ഒരു കുഴിയിലും പോയി ചാടരുത്. നല്ലപോലെ പഠിച്ച് നല്ലപോലെ വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുക. ഇതാണ് സന്തോഷം. എല്ലാവർക്കും മാതൃക ആവുക നമ്മളൊക്കെ. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ. എന്റെ അച്ഛന് പറഞ്ഞ മാസത്തിൽ ഒരു പ്രാവശ്യം വീട്ടിൽ വരുള്ളൂ. ആണോ? ഇതാണ് എന്റെ അച്ഛൻ. ഇത് എന്റെ അച്ഛനാണല്ലോ. അല്ല, അത് എന്റെ അച്ഛനാണ്. എല്ലടോ പിടിച്ച ഞാൻ എന്റെ അച്ഛനെ കാണിച്ചു തരാം. എല്ലാ മീനോ എന്റെ അച്ഛനും നിന്റെ അച്ഛനും പറയുമ്പോ എന്റെ അച്ഛനെ കാണിച്ചു തരാട്ടാ. ഇതാണ് എന്റെ അച്ഛനെ. കണ്ടാ മാഷ് എന്താ പറയുന്നത്? എന്റെ അച്ഛനല്ലേ ഇത്? എന്റെ അച്ഛനെ കുട്ടി. അല്ല അല്ല, ഇത് എന്റെ അച്ഛനാ. ഞാൻ കാട്ടി തന്നിട്ടില്ലേ? എന്റെ വീട് കണ്ണൂരാണ്. കുട്ടിയുടെ വീട് ഇവിടെ അല്ലേ? അതെ, മാഷിന്റെ വീട് കണ്ണൂരാന്നല്ലേ പറഞ്ഞത്? അച്ഛൻ മാസത്തിലാ വരും അങ്ങനെയല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എന്റെ അച്ഛനും മാസത്തില് കണ്ണൂര് പോവാറുണ്ട്. എന്റെ അച്ഛനും മാസത്തിൽ ഒരിക്കലാണ് ഞങ്ങളെ കാണാൻ വരുന്നത്. കണ്ണൂര് പോട്ടാ. നേരത്തെ വരില്ലേ അച്ഛൻ? മീനുട്ടിയെ, അച്ഛന് കണ്ണൂര് പോട്ടാ. ഇടയ്ക്കിടയ്ക്ക് പോകണ്ടല്ലോ കണ്ണൂർക്ക്. പോണ്ട ആവശ്യമുണ്ട് മോളെ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ. അപ്പൊ നമ്മളെ ആങ്ങളും പെങ്ങളാണ്. അപ്പൊ എന്റെ മോളൊരാളെ ഇഷ്ടാന്ന് പറഞ്ഞത് ഇവനായിരുന്നോ? ഇത് രണ്ടും എന്റെ മക്കളല്ലേ. ഞാൻ കണ്ട കാലം മൂടി വെച്ചു. മീനുട്ടിയെ, മോളെ വന്നാ വാ, ഇവിടെ ഇരുന്നേ. കോളേജിലെ പഠിപ്പൊക്കെ ഉണ്ട് മോളെ? മോളന്ന് എന്നോട് കാര്യം പറഞ്ഞില്ലേ? എനിക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടു പറഞ്ഞില്ലേ? ഞാൻ അവനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛന് ഈ ആരുടെ കാര്യ പറയണേ? കോളേജിൽ ഒരു മാഷ് വന്നില്ലേ? ആ മാഷ കാര്യം പറയണത്. മോളെ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട് നിന്നോട്, നിന്റെ അമ്മയോട്. അമ്മ ഇപ്പൊ ജീവിച്ചിരിക്കണില്ലല്ലോ. എനിക്ക് നിന്നോട് പറഞ്ഞേ പറ്റുള്ളൂ. എന്താ? എനിക്കൊരു മകനും കൂടി ഉണ്ട്. അങ്ങനെയാണ് മോളെ കാര്യങ്ങൾ. സുമേഷേ, സുഖല്ലേ മക്കളെ? അച്ഛന് തെറ്റ് പറ്റിപ്പോയിട്ടോ. എന്നോട് ക്ഷമിക്കണം നിങ്ങൾ രണ്ടുപേരും കേട്ടോ. മനസ്സിലായി അച്ഛൻ, എല്ലാം ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾക്ക് അമ്മമാരില്ലല്ലോ, അച്ഛൻ മാത്രമല്ലേ ഉള്ളൂ. ഇനി ആരും ഈ കാര്യങ്ങളൊന്നും മറച്ചു വെക്കാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം. അല്ലെങ്കിൽ ഈ മാതിരി അപകടങ്ങൾ സംഭവിക്കുള്ളൂ. എനിക്ക് പറ്റിയ തെറ്റ് വേറെ ഒരാൾക്കും സംഭവിക്കാണ്ടിരിക്കട്ടെ. എൻ്റെ രണ്ട് മക്കളും എൻ്റെ കൂടെ ഉണ്ടാവണം കേട്ടോ. മരണം വരെ ഉണ്ടാവണം കേട്ടോ നിങ്ങൾ.